നമുക്ക് എത്ര മനോഹരമായിട്ട് ശ്വാസം നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള ചെറിയൊരു ടെസ്റ്റോടുകൂടി നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും സാധാരണ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഞാൻ സ്റ്റാർട്ട് പറയാം. അന്നേരം നിങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഒരു ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഒന്നെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു ഇൻഹലേഷൻ എക്സലേഷൻ ഒന്ന്, രണ്ടാമത്തെ ഇൻഹലേഷൻ എക്സലേഷൻ ഒന്ന്. അങ്ങനെ ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്തു എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സ്റ്റെപ്പ് അവിടെ നേരെ അടിച്ചു ചേട്ടാ എന്റെ കാലും ഞാനാ ഒരു മണിക്കൂർ ഇതിൽ എത്ര പേര് 20 മുകളിൽ ശ്വാസം എടുത്തു എന്നുള്ളത് കൈനോക്കാം. ഇതിൽ എത്ര പേര് 10 താഴെ ശ്വാസം എടുക്കുകയും ചെയ്യും? നമ്മുടെ സുരേഷ് വലിയ കൈയ്യടി കൊടുക്കാം. 5 ആണ് അദ്ദേഹം ചെയ്തത്. അതായത് മോസ്റ്റ് ഗ്രൗണ്ടഡ് ബ്രീതിങ്. അപ്പൊ ആമയുടെ ആയുസ് ഞാൻ നേരിടുന്നു. നമ്മളുടെ ആമയും മുയലും കഥ പറയാമല്ലോ. ആമ പതുക്കെ ഗ്രൗണ്ടഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം മുയല് നേരെ നേരെ ചാടി അതിന്റെ ആയുസ് അത്രയും. നമുക്ക് ആമയെ വളരെ ദീർഘമായിട്ടാണ് ശ്വാസം പിടിക്കുകയും വിളിച്ചത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ശ്വാസം. അപ്പൊ നമ്മൾ ഒത്തിരി യോഗ അഭ്യാസങ്ങളെക്കാൾ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ബ്രത്തിലാണ്. സോ ആ ബ്രത്താണ് നിങ്ങളുടെ ലൈഫ് സ്പാൻ നിർണ്ണയിക്കുന്നത് എന്നുള്ള ഒരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാല് രണ്ട് ഗ്രൗണ്ടഡ് ആയിട്ടിരുന്നു, നടു നിവർത്തിയിരുന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു ആദ്യം ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു കയ്യ് വലത് കയ്യ് നെഞ്ചിലേക്ക് വെക്കുക, ഇടത് കയ്യ് നമ്മുടെ വയറിലേക്ക് വെക്കുക. ആദ്യം തന്നെ ഭൂമിദേവിയോട് നമ്മൾ നന്ദി പറയുക, നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക, എനിക്ക് ഈ ഒരു ദിവസം തന്നതിന്. അതുകൂടാതെ ഞാൻ എത്ര നന്നായിട്ടാണ് ഞാൻ ശ്വാസം എടുക്കുന്നത്, എന്റെ ഹൃദയമെടുപ്പ് എത്ര മനോഹരമാണ്, ഞാൻ എത്ര എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ട് കൈയിൽ വളരെ സാവധാനം നിങ്ങളുടെ വയറിലേക്ക് വളരെ സാവധാനം കൊണ്ടുവന്ന് വിശ്വാസം നമ്മുടെ വയറിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഫ്ലോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ വരത്തക്ക രീതിയിൽ ശ്വാസം വളരെ വളരെ സാവധാനം ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വയറ് മുമ്പോട്ട് വരുന്നതായും ശ്വാസം വിടുമ്പോൾ തിരിച്ച് പൂർവ്വാവസ്ഥയിലേക്ക് വരുന്നതായും സമ്മർദ്ദമുള്ളവർക്ക് നമ്മുടെ വയറ് കല്ല് സമാനമായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് വയറ് എന്നുള്ള അനങ്ങുന്നതോടെ നമുക്ക് തോന്നില്ല, നമുക്കൊരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ. അപ്പൊ ബെസ്റ്റ് വേ ഫോർ ആൻസൈറ്റി ആൻഡ് പാനിക് അറ്റാക്ക് നടു
തല ഒന്ന് ഒടിച്ചിടുക. നമ്മൾക്ക് സ്പൈനിൻ്റെ ഒരു റിലാക്സേഷൻ, ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾക്കുണ്ടായ സ്ട്രെയിനൊക്കെ ശ്വാസം വായിലൂടെ വിടുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്വാസം വിടുക, ഒന്ന് റിലാക്സ് ആവുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തല മാത്രം പൊക്കുക. ശ്വാസം ഇൻഹേൽ, എത്ര സുഖമാണ് ആ ഒരു സ്ട്രെച്ച്. അതുപോലെ തന്നെ എക്സേൽ ചെയ്തുകൊണ്ട് തല താഴ്ത്തി ബാക്ക് പൊങ്ങുക, നന്നായിട്ട് ബാക്കിനെ. വെരി ഗുഡ്. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും തല പൊങ്ങുക, സ്പൈൻ താഴട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് ബാക്ക് അപ്പ്. എക്സലന്റ്. ഇൻഹേൽ അപ്പ്, ലുക്ക് അപ്പ്. എക്സേൽ ഡൗൺ. ഇത് ചെയ്യുന്ന എല്ലാ ആൾക്കാരും വളരെ റിലാക്സ്ഡ് ആയിരിക്കും ഇപ്പോൾ. ആൻഡ് ഇൻഹേൽ ആൻഡ് ലുക്ക് അപ്പ് ആൻഡ് റിലാക്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വരാം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഭൂതമായ ജലത്തിനെ നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളുടെ മനസ്സ് വൈറലാണെന്നാണ് പറയാറ്. അപ്പം നമ്മൾ